ഉണ്ടങ്ങൾക്ക് കഴിയുമോ? എന്തിനെങ്കിലും ഒരിക്കലും കഴിയില്ല. നിങ്ങൾ നോക്ക്, ഇനി ഇതിപ്പോ തുടങ്ങിയ സംഭവമല്ല. പഴയ കാലത്തന്നെ അന്നത്തെ ഉലമാ തന്നെയും ഇതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ചട്ടം ഒന്ന് കാണിച്ചു കൊടുക്കും. ഇതേതാ മൗലിദ്? കൊണ്ടോട്ടിയിലെ മുഹമ്മദ് ഷാ എന്നവരെ സംബന്ധിച്ചുള്ള മനാഖിബ്. ഇതെവിടെ ഉള്ളത്? കൊണ്ടോട്ടിയിൽ മറഫട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ മകൻ അൽ ആലിമുൽ അല്ലാമ, അതായത് നമ്മൾ കൊണ്ടോട്ടിയിലെ ഒമാനൂർ സുഹദാക്കളെ മറവ് ചെയ്യപ്പെട്ട പള്ളിയിൽ പോയാൽ അവിടെ രണ്ട് മക്കാമുകൾ കാണാം. ഒന്ന് മറ്റത്തൂർ ഖാദി, ഒന്ന് സൈനുദ്ദീൻ മഖ്ദൂം നാലാമൻ. അവരുടെ മകൻ അബ്ദുൽ അസീസ് എന്ന അന്നത്തെ വലിയ ആലിം അൽ ആലിമുൽ അല്ലാമ, അവര് മുഹമ്മദ് ഷാ തങ്ങളെ സംബന്ധിച്ച് ഉണ്ടാക്കിയ മൗലിദാണിത്. അയാളിങ്ങനെ പറഞ്ഞിട്ട് പൊന്നാനിയിലെ മുഴുവൻ ഉലമാവും എതിർത്തിട്ടുണ്ട്. പൊന്നാനിയിൽ നിന്ന് വന്ന മഖ്ദൂമി പാരമ്പര്യമുള്ള വലിയ മഹാനാണ് ഇവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നത്. അവരെ മകനാണ് അന്നത്തെ കൊണ്ടോട്ടിയിലെ പ്രധാന ആലിമും ഖാദിയും. അവരാണ് മുഹമ്മദ് ഷാ തങ്ങളെ സംബന്ധിച്ച് വിശാലമായ മൗലിദ് തന്നെ എഴുതുന്നത്. പിന്നെ എന്താ നിങ്ങൾ എഴുതുന്ന നീശു വരുന്നത്? ഏതോ ചില ആലിമീങ്ങൾക്ക് പ്രശ്നമുണ്ട്. അതില്ലാത്ത കാലം ഏതാ കൂട്ടനെ? ഏത് കാലത്താ? അള്ളാന്റെ റസൂൽ ജീവിച്ച കാലത്ത് അഹ്ലി കിതാബ് ഇവിടല്ലേ? ഔസുല്ലാദമിന്റെ കാലത്തില്ലേ? ചിലരുടെ കാലത്ത് കൂടും, അത്രേ ഉള്ളൂ. അതില്ലാത്തൊരു കാലം ഉണ്ടാവില്ല. അപ്പൊ മുൻകാലത്ത് ജീവിച്ചു പോയ മുഴുവൻ ആളുകളും ആ രൂപത്തിലാണ്. എന്നിട്ട് എന്താ ഇപ്പൊ ഈ ഷിയാ ഫൈസിക്ക് പറയാനുള്ളത്? അയാൾ പറയുന്നത് സമസ്ത തീരുമാനം എടുത്തിട്ടുണ്ട് എന്നതാണ്. അതാണ് ഇപ്പൊ ആദ്യം പറഞ്ഞൊരു സംഭവം. അതിലേക്ക് അയാളൊന്ന് വന്നോട്ടെന്ന് ഞാൻ അതിലേക്ക് വരാം. 26 സമസ്ത 930 4-ാം വാർഷികം മണ്ണാർക്കാട് വെച്ച് കൂടി. അന്ന് ഈ കെ ഉണ്ടായിട്ടില്ല. ഈ കെ ജീവിച്ചിരിക്കുന്ന കാരണം ഷവറയിലൊന്നും കൊണ്ടിട്ടില്ല. എ പി ജനിച്ചിട്ടില്ല. 95 കൊല്ലം മുമ്പാണത്. 30 പറഞ്ഞാല് 1930 പറഞ്ഞാല് 95 കൊല്ലം മുമ്പ് മണ്ണാർക്കാട് നടന്ന യോഗത്തിൽ സമസ്ത പല പ്രമേയങ്ങളും അവതരിപ്പിച്ചിരുന്നു. അതിൽപ്പെട്ട 4-ാം സമ്മേളനത്തിലെ 4-ാം പ്രമേയം, അത് മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. മണ്ണാർക്കാട് വെച്ച സമസ്തയുടെ 4-ാം സമ്മേളനത്തിലെ 4-ാം നമ്പർ പ്രമേയം എന്ന് പറയുന്നത് ചോച്ചൂർ കൈക്കാർ, കൊറൂർ കൈക്കാർ, കൊണ്ടോട്ടി കൈക്കാർ, ഖാദിയാനികൾ, വഹാബികൾ മുതലായവരുടെ ദുർവിശ്വാസ നടപടികൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ സുന്ദരമായ വിശ്വാസ നടപടികളോട് കേവലം മാറാക കൊണ്ട് അവരുടെ വിശ്വാസ നടപടികളോട് പിന്തുടരലും അവരോട് കൂട്ടുകൂടലും സുന്നി മുസ്ലിങ്ങൾക്ക് കേവലം വായിച്ചുണ്ടാക്കണോ? നിങ്ങൾ സമസ്ത മുൻകാലത്ത് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. അത് പിന്നെ സമസ്ത തിരുത്തിയിട്ടില്ല. അതിനപ്പുറമുള്ള കൂടി വായിച്ചാൽ അത് പൊളിയും. നേരത്തെ തൊയ്രുസ്താദിലേക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ തീരുമാനത്തിന്റെ നേരെ അപ്പുറത്തുള്ള തീരുമാനം എന്താ? സ്ത്രീകൾക്ക് കയ്യെഴുത്ത്, അതുപോലെ വിദ്യാഭ്യാസം, ഇതൊന്നും പാടില്ല എന്ന തീരുമാനമാണ് അതിന്റെ നേരെ അപ്പുറത്ത്. ഇപ്പറഞ്ഞ ബുഖാരിന്റെ കീഴിൽ തന്നെ എത്ര പെണ്ണുങ്ങൾക്ക് സ്ഥാപനമുണ്ട്? സമസ്തന്റെ തീരുമാനത്തിന് പുല്ലുവില നൽകിയോ നിങ്ങൾ? അപ്പൊ ആ പ്രമേയത്തിന്റെ തൊട്ടപ്പുറത്തന്നെ അത് ഉണ്ടായപ്പോ ആളുകൾക്ക് തിരിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒക്കെ വില. പക്ഷെ യഥാർത്ഥ സമസ്തയുടെ ഉലമാ ആ അഭിപ്രായമല്ല ശരിയെന്നും കൊണ്ടോട്ടിയിലെ മുഹമ്മദ് ഷാ തങ്ങൾ മഹാനാണെന്നും പിന്നീട് എഴുതുകയും ആളുകൾക്ക് മെസ്സേജ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ സമസ്ത ആരുടെ സമസ്തയാണ്? ശംസുൽ ഉലമ ഇ കെ ഉസ്താദിന്റെ സമസ്തയാണ്. ആ സമസ്തയുടെ
മുശാവറ അംഗവും പാണക്കാട് തറവാട്ടിലെ കാരണവരുമായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അന്ന് കണ്ടില്ലേ നിങ്ങൾ 2018 കൊണ്ടോട്ടിത്തങ്ങൾ എന്ന പേരിൽ ഈ പുസ്തകം രചിക്കപ്പെടുകയാണ്. ഖാജാ ഷെയ്ഖ് മുഹമ്മദ് ഷാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെയും പിൻഗാമികളുടെയും ജീവചരിത്രം. ഇതിന്റെ ആമുഖം എഴുതുന്നത് ആരാ? ഒന്ന് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാണക്കാടാണ്. അന്നത്തെ സമസ്തയുടെ വൈസ് പ്രസിഡന്റ്. നിങ്ങൾക്കാരെ സമസ്ത എന്ന് പറഞ്ഞു കൂട്ടരെ? നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ? ഈ കെ ഉസ്താദല്ലേ അന്ന് സെക്രട്ടറി? മൂപ്പര് പറഞ്ഞു നിങ്ങൾ സുന്നന്നല്ലാന്നാ. അതിലേക്കാൻ വരുന്നുണ്ട്. അകളിപ്പം എന്താ കേൾക്കണം കേട്ടോ, അതിനൊന്നും ഒഴിവില്ല. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ബഹ്സ ചെയ്യണ്ട. അന്നത്തെ യഥാർത്ഥ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന തങ്ങളെ എഴുതുക. ഷെയ്ഖ് മുഹമ്മദ് ഷാ തങ്ങളുടെ വിശുദ്ധമായ ജീവിതവും തങ്ങളിൽ നിന്ന് ദൃശ്യമായ ധാരാളം കറാമത്തുകളും കാരണമാണ് അക്കാലത്ത് ഏറനാട് വള്ളുവനാട് പ്രദേശങ്ങളിലെ ജനങ്ങൾ ധാരാളമായി ശൈഖവറുകളുടെ അനുയായികളും മുരീദുമാരുമായതെന്ന സമർത്ഥനവും പ്രസക്തമാണ്. അപ്പൊ എന്താ എഴുതിയത്? വിശുദ്ധമായ ജീവിതവും തങ്ങളിൽ നിന്ന് ദൃശ്യമായ ധാരാളം കറാമത്തുകളും. ഹൈദരിൽ തങ്ങൾ അതിന് രേഖ പറയാണ്, കേട്ടോളൂ. ശൈഖവറുകളുടെ സന്താന പരമ്പരയിൽ പല മശായിഖന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിൽ പ്രധാനികളായിരുന്നു പവിത്രമായ ജീവിതം നയിച്ച ഇസ്തിഖാഹ് ഷാ തങ്ങളും റഹ്മാൻ ഷാ തങ്ങളുമൊക്കെ. എല്ലാരും എഴുതിയിട്ടുണ്ട്. ഇസ്തിഖാഹ് ഷാ തങ്ങളുടെ ജീവിതത്തിലെ പല സംഭവങ്ങളും മഹാനവറുകളിൽ നിന്നുണ്ടായ കറാമത്തുകളും മഹാകവി മോയിൻകുട്ടി വൈദ്യർ തന്റെ കറാമത്ത് മാല എന്ന കൃതിയിൽ വിവരിച്ചിട്ടുണ്ട്. ഹൈദരി തങ്ങൾക്കറിയാം മോയിൻകുട്ടി വൈദ്യർ ഒരു മാല ഉണ്ടാക്കിയാൽ അത് രേഖയാണ് എന്ന്. ഇപ്പൊ കുറച്ച് ആളുകൾ വന്നിട്ട് മൂപ്പര് ചെറുപ്പത്തിൽ ഉണ്ടാക്കിയതാണ്, നീ എപ്പോഴാ അങ്ങക്ക് ഉണ്ടാക്കേണ്ടി? തന്തായിന്റെ ശോ ഉണ്ടാക്കിയത് ആധികാരികമാണോ? അതാരുണ്ടാക്കിയത്? അതാണ് അതിന്റെ തെളിവായിട്ട് തന്നെ ആര് പറയുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഇനി കേട്ടോ, പ്രൊഫസർ കെ ആലിക്കുട്ടി മൈലിയർ, അന്ന് മൂപ്പർക്ക് കുഴപ്പമില്ല. നിങ്ങൾ ഈ ഇന്നുമില്ല, ഇന്ന് മൂപ്പർക്ക് എന്താ കുഴപ്പം? ബൽക്ക് കണ്ണിയത്ത് ഉസ്താദിന് അത്തും പിത്തും പറഞ്ഞ ടീമല്ലേ ഇവര്. അക്കോലത്തിൽ ബൽക്ക് പറ്റാത്തവരൊക്കെ ബൽ അതാക്കും. യഥാർത്ഥത്തിൽ അത് ബൽക്കുള്ളത്. അതല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ? ആലിക്കുട്ടിയിലെന്ത് എഴുതിയത്? പണ്ഡിതന്മാർക്കിടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അനുകൂല പ്രതികൂല ഫത്വകളും ആധുനിക ചരിത്രകന്മാരുടെ വിലയിരുത്തലുകളും ഉൾപ്പെടെയുള്ള അനവധി പ്രമാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഗ്രന്ഥം ചരിത്രാവരണം നടത്തിയത് കൊണ്ടോട്ടി തങ്ങളെന്ന വലിയ വ്യക്തിത്വത്തെ നിഷ്പക്ഷമായി വിലയിരുത്താൻ കളമൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവ നേരത്തെ ഉള്ള അഭിപ്രായ വ്യത്യാസമൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട. സമസ്തന്റെ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ വ്യാജ സമസ്തക്കെന്തിൽ കാര്യം, പൊന്നുരുക്കുന്നിടത്ത് പൂച്ചക്കെന്ത് കാര്യം? അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ്. അവരെ കേന്ദ്രീകരിച്ച് പ്രചരിക്കുന്ന വിവാദങ്ങൾ സമചിത്തതയോടെ അല്ലാതെ വിലയിരുത്തുന്നതും വിശദമായ അന്വേഷണങ്ങൾക്ക് മുതിരാതെ പക്ഷം പിടിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. സമസ്ത സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരുടെ പ്രസ്താവന. ഇനി അടുത്ത കേട്ടോ, ഏലംകുളം ബാപ്പു മുസ്ലിയാർ. എന്റെ അറിവിൽ നിങ്ങളെ ആ എടുത്ത സമസ്തന്റെ തീരുമാനം 2 വരിയാണെങ്കിൽ അത്രയും വരികൾ ഇവിടെ ഔദ്യോഗിക സമസ്ത എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഏതാ ഞാൻ വായിച്ചതാ? എന്റെ അറിവിൽ ബാബാ ഫരീദ് ഔലിയക്ക് ശേഷം തുല്യതയില്ലാത്ത വലിയവറുകളായിരുന്നു ഖാജാ ഷെയ്ഖ് മുഹമ്മദ് ഷാ തങ്ങൾ. ആധ്യാത്മിക രംഗത്ത് വളരെ ഉയർന്ന പദവികൾ എത്തിയ ഫക്കീർ മുഹമ്മദ് ഷാ തങ്ങളുടെ മഹൽ ജീവിതവും
അവരിൽ നിന്നും ദൃശ്യമായ അനവധി അത്ഭുത സിദ്ധികളും മഹാനവറുകളിലേക്ക് എണ്ണമറ്റ വിശ്വാസികളെ ആകർഷിക്കുകയും ധാരാളം അവിശ്വാസികളെ ദീനിനോട് അടുപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ ഇത് പ്രകാശനം ചെയ്തത് ആരാ അറിയോ? ഹൈദരലി ശിഹാബ് തങ്ങൾ കൊണ്ടോട്ടിയിൽ വന്ന് ഔദ്യോഗികമായി പ്രകാശനം ചെയ്ത സാധനം. ഈ മൂപ്പര് അറിഞ്ഞിട്ടില്ല എന്ന് പറയണ്ട. സയ്യിദ് നാസർ ഹയ്യ തങ്ങൾ എഴുതുന്നുണ്ട്, ഈ ഘട്ടത്തിൽ മറ്റു പല മശായിഖന്മാർക്കും ഉണ്ടായതുപോലെയുള്ള വിമർശനങ്ങൾ ഫക്കീർ മുഹമ്മദ് ഷാ തങ്ങൾക്ക് നേരെയും ഉയർന്നു വന്നു. എന്നാൽ മഹാനവറുകൾ സ്വന്തം ജീവിതം കൊണ്ടായിരുന്നു അവർക്ക് മറുപടി നൽകിയത്. ശൈഖ് അവറുകളെ അടുത്തറിഞ്ഞ സമകാലികരും പിൻഗാമികളുമായ മഹാപണ്ഡിതന്മാരും സൂഫി വര്യന്മാരും ഇത്തരം വിമർശനങ്ങളിലെ അർത്ഥശൂന്യത വ്യക്തമാക്കിയിട്ടുണ്ട്. സമസ്ത സെക്രട്ടറി ആ പ്രകാശനം ചെയ്ത് വൈസ് പ്രസിഡന്റ് എഴുതിയതോ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും എല്ലാവരും കൂടി കഴിഞ്ഞ്. ഇനി ഇതിന്റെ ലാസ്റ്റ് ഉണ്ട്, മഹാനരായ പിന്നെ കൊണ്ടോട്ടി ശൈഖ് അവറുകളെ അംഗീകരിച്ചിരുന്ന മഹാന്മാർ. അതിലൊന്ന് വൈത്തല അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അവരെ സംഭവമല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞ് കണ്ണിയത്ത് ഉസ്താദ് ആദരിച്ചു എന്ന സംഭവം. മറ്റൊന്ന് ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ. പിരിച്ചു വിട്ടു പോയിക്കോളി ചങ്ങായിമാരെ നിങ്ങളെ കഥ. അത് കണ്ട ധാരാളം ആളുകൾ ഇന്നുണ്ട് എന്നാ പറഞ്ഞ്. പ്രഗത്ഭ പണ്ഡിതനും ദീർഘകാല സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ മുഹമ്മദ് ഷാ തങ്ങളെ അംഗീകരിക്കുന്നവരും കുബ്ബ മക്കാമിൽ വന്ന് സിയാറത്ത് ചെയ്തവരുമാണ്. അതാ ശംസുൽ ഉലമ. വേങ്ങര കോയപ്പാപ്പ തങ്ങളെ സംബന്ധിച്ച് സംശയം ഉണ്ടാക്കിയപ്പോ അവിടെ പോയി താജുൽ ഉലമ താജുൽ ഔലിയാഹ് എന്ന് പറഞ്ഞ ആളാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവറുകൾ. ശംസുൽ ഉലമന്റെ പേരയിൽ വരികയാണല്ലോ. പിന്നെ കാണാം കെ കെ സ്വതക്കത്തുള്ള ഉസ്താദ്, അതിലേക്കാൻ വരാം. പിന്നെ എം എം ബഷീർ മുസ്ലിയാര്, ടി കെ എം ബാബ മുസ്ലിയാര്, ആമയൂര് മുഹമ്മദ് മുസ്ലിയാര്. അതിൻ്റെ ഇടയിൽ ഔലിയാക്കളി എണ്ണുന്നുണ്ട്, തൃപ്പനച്ചി ഉസ്താദ്, കണ്ണിയാല ഉസ്താദ്, ഇങ്ങനൊക്കെ എഴുതുന്നുണ്ട്. അപ്പോ നിങ്ങൾ നോക്ക്, ഇനി ആരാ വരണ്ടി? ഇനി എന്താ എഴുതേണ്ടത്? ഇനി ആ പഴയ തുണ്ടം വായിച്ച് നിന്നിട്ട് കാര്യമുണ്ടോ? അതിവിടെ ബാത്തിലാക്കിയില്ലേ? എന്താ കാരണം? കാലഘട്ടത്തിൽ ഔലിയാക്കന്മാർ പറഞ്ഞു കൊടുത്തു ഇതാണ് ഇവരുടെ അവസ്ഥ. പിന്നെ ആർക്ക് എന്ത് പറയാൻ കഴിയും? ഒന്നും പറയാൻ കഴിയില്ല. അപ്പൊ സമസ്തയുടെ വർത്താനവും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. അതിന്റെ ഇടയിലല്ലേ നജീബ് മൗലവി ഇപ്പോ പൊട്ടിച്ചല്ലോ വിഷയം. നജീബ് മൗലവി ഇപ്പൊ പറഞ്ഞല്ലോ, അവിടെ പ്രധാനമായിട്ട് പോയ ആളായിരുന്നു സ്വതക്കത്തുള്ള ഉസ്താദ്. ഒന്ന് പറയട്ടെ മൂപ്പര്, എന്നിട്ട് ഞങ്ങളെ പരമ്പര ഒന്ന് കാണിച്ചുതരാം. അവക്ക് സംബന്ധിച്ചിടത്തോളം ശൈഖുന അവറുകൾ തീർത്തും അവിടെ ഒരു യോഗം ഉണ്ടായിരുന്നു നമുക്ക്. ആ യോഗം ഞാൻ പറഞ്ഞല്ലോ, കൊണ്ടോട്ടിയിൽ ഉണ്ടായിരുന്ന യോഗം കേരള സംസ്ഥാന ജമിയത്തുമായുള്ള ഒരു പ്രചാരണ യോഗമായിരുന്നു. അത് സംഘടിപ്പിച്ചത് AT തങ്ങളായിരുന്നു. കൊണ്ടോട്ടി അരീക്കോട്ട് തക്കിയവർ തങ്ങൾ അവിടെ ചികിത്സിക്കുന്നു തങ്ങൾ. അപ്പൊ ആ യോഗത്തിന് വേണ്ടി പോകുമ്പോൾ തങ്ങൾ അവറുകൾ പറഞ്ഞ് KPK തങ്ങളെ ഉദ്ഘാടകനാക്കി നിശ്ചയിക്കണം. നമ്മളെ ഖാദിയരെ പഴയ പല്ലളിക്കര പഴയ ഖാദി KPK തങ്ങളുടെ ശൈഖുനാടി ശിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഉദ്ഘാടകനാക്കണം, ഇന്നവിടെ യോഗം നടത്താം എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തെ ശൈഖുന കത്ത് ചെയ്തു. ആ കത്ത് കൊടുത്തിട്ട് മൂപ്പര് ഉദ്ഘാടകനായി വന്നു. എനിക്കറിയാം മൂപ്പര് വന്നത്, ഞാൻ പ്രസംഗിച്ചോ കേട്ടിട്ടുണ്ട്, ഞാൻ തന്നെ കത്തുകൊണ്ടെന്ന് കൊടുത്തേ. അപ്പൊ KPK തങ്ങളവറുകൾ ഉദ്ഘാടനം ചെയ്ത് കേരള സംസ്ഥാന ജമിയത്തുമായിട്ട് പ്രചാരണ യോഗം നടത്തിയപ്പോൾ ആദ്യമായി തക്കിയക്കല് കുബ്ബക്കല് സിയാറത്ത് ചെയ്ത് കണ്ടാണ് ആ യോഗത്തിനൊക്കെ വന്നത്. അതവരെ സംഘാടകരും മറ്റൊക്കെയാണ്. അപ്പൊ ഒരു വർജിക്കപ്പെടുന്ന തരത്തിൽ തീർത്തും വർജിക്കണമെന്ന നിലക്കുള്ള ഒരു നിലപാടല്ല ഷെയ്ഖുനെ സംബന്ധിച്ചിടത്തോളം. അവിടെ എത്തിയപ്പോൾ സിയാറത്ത് ചെയ്തു, അല്ലാതെ അതിന്റെ മുമ്പോ ബിംബോ പോയതായിട്ട് ഞാൻ അറിയില്ല. അവിടെ യോഗത്തിന് ഒരു സിയാറത്ത് വേണ്ടി വന്നിട്ടാണ് നടത്തിയത്. അപ്പൊ ഈ രീതിയിൽ വരുമ്പോ ഷെയ്ഖുന അവറുകളിൽ നിന്ന് കിട്ടിയ വിവരം വെച്ച് പറഞ്ഞാൽ ആ വിവാദങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായതുകൊണ്ടും രണ്ട് ഭാഗത്തും പണ്ഡിതന്മാർ നിലനിന്നിട്ടുള്ളത് കൊണ്ടും പണ്ഡിതന്മാരുടെ നിരകൾ രണ്ട് ഭാഗത്തും. അപ്പൊ എന്തായിരുന്നു കിട്ടിയ ശൈഖുനാന്ന് മുമ്പ് പറയുന്നത് സ്വതക്കത്തുള്ള ഉസ്താദിനെ സംബന്ധിച്ചാണ്. സ്വതക്കത്തുള്ള മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സമസ്തയുടെ മുൻകാല പ്രസിഡന്റുമാരിൽ ഒരാൾ. സമസ്തയുടെ പ്രസിഡന്റ് ആയിരിക്കുകയാണ് മൂപ്പര് പിന്നെ സംസ്ഥാന ജമിയത്തുൽ ഉലമന്റെ അധ്യക്ഷനാകുന്നത്. അതിൻ്റെയൊക്കെ പുറമെ നിങ്ങളെ പരമ്പര ഒന്ന് നോക്കി. AP അബൂബക്കർ മുസ്ലിയാരെ പരമ്പര എടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരെയും
ചെന്നെത്തുന്നത് എങ്ങോട്ടാ? ഓക്കെ ഉസ്താദ് അല്ലേ? ഓക്കെ ഉസ്താദിന്റെ ഒരു ഉസ്താദ് ഇ കെ ഉസ്താദ് നമ്മൾ പറഞ്ഞു. അതനുസരിച്ച് നിങ്ങൾ സുന്നല്ല പോട്ടെ. നീ പാകണ്ടായിന്റെ വേറൊരു പരമ്പരയിലൂടെ പോയാൽ നെയ്തു. അപ്പൊ ഓക്കെ ഉസ്താദിന്റെ നേരെ ഉസ്താദുമാരിൽ വരുന്ന ആളാണ് സ്വദഖത്തുള്ള ഉസ്താദ്. ഞാന് ഓക്കെ ഉസ്താദിന്റെ അവസാന സമയങ്ങളിൽ അവരെ പള്ളിയിൽ ഇമാമായി നിന്നപ്പോൾ ഒറ്റക്ക് അസറിന് ശേഷമൊക്കെ അവരെ കൂടെ പോയിരിക്കും. അന്ന് സ്വദഖത്തുള്ള ഉസ്താദിന്റെ ഒക്കെ മഹത്വം പറഞ്ഞുതരും. അവരെ ഉസ്താദാണല്ലോ. ആ സ്വദഖത്തുള്ള ഉസ്താദ് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ നജീബ് മൗലവിയും കൂടെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞേ. പിന്നെങ്ങനെ സിയാറത്ത് ചെയ്യലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നപ്പോൾ ഏതായാലും സിയാറത്ത് ചെയ്തിന്. ഒരു കാര്യം ഉറപ്പായില്ലേ, നിങ്ങൾ ഈ പറഞ്ഞ പഴച്ച ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഇയാൾ പറഞ്ഞ്? വഹാബികളൊന്നുമല്ല, അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണ് പഴച്ച ത്വരീഖത്ത്. ഏറ്റവും ശല്യം അവരാണ് എന്നാ. അപ്പൊ ഈ പഴച്ച ത്വരീഖത്തുകളിൽ ഷിയാ വിഭാഗത്തിലെ കുഫറിന്റെ അഹ്ലായ ബോറകളിൽപ്പെട്ട ആളാണ് എങ്കിൽ നിങ്ങളുടെ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന സ്വദഖത്തുള്ള ഉസ്താദ് എങ്ങനെ കൊണ്ടോട്ടിയിൽ വന്ന് സിയാറത്ത് ചെയ്തു? കൊണ്ടോട്ടിയിലെ കുബ്ബ സിയാറത്ത് ചെയ്തതോടെ സ്വദഖത്തുള്ള ഉസ്താദ് ഷിയയായോ? ബോറയായോ? ബോറ മൗലവി അത് തൊയ്യറിനോട് എത്തിബാ ചെയ്തതാട്ടോ, തൊയ്യർ ഉസ്താദിനോട്. ഷിയയായോ? എന്താ ആയത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പരമ്പരപ്പെടെത്തിയത് ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, അടുത്തത് കെ കെ സ്വദഖത്തുള്ള ഉസ്താദ്. മൂപ്പര് ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. പരമ്പര മുറിഞ്ഞോ? പിരിച്ചുവിട്ട് പൊയ്ക്കോളി, വല്ല പൂള കുത്താനും പൊയ്ക്കോളി എന്നതാ ഞങ്ങളോട് പറഞ്ഞേ. എന്ത് പരമ്പര ഞങ്ങൾക്കുള്ളത്? സ്വദഖത്തുള്ള ഉസ്താദിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് പരമ്പര പറയാൻ കഴിയോ? പിന്നെ ഈ കെ ഉസ്താദിനോട് പിന്നെന്തായാലും തള്ളി തീരങ്ങൾ ഉന്നിയല്ലാന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാ. എവിടെ എത്തി നിങ്ങളുടെ അവസ്ഥ? അപ്പോ പഴയ കാലത്തെ സമസ്തയുടെ തീരുമാനം എന്ന് പറഞ്ഞ് നടക്കണ്ട. അത് ഇത്രേ ഉള്ളൂ. സ്ത്രീകൾക്ക് എഴുത്തും വായനയൊന്നും പഠിപ്പിക്കരുത് എന്ന് നിങ്ങളൊരു കാലത്ത് പഠിപ്പിച്ചിരുന്നു ഇവിടെ. ആ ടീം തന്നെ പിന്നീട് ആ പ്രമേയം തിരുത്തിയിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പം നിങ്ങളൊന്ന് പറയുന്ന ആ പെണ്ണിനെ എഴുത്തുമാനിയും പഠിപ്പിക്കരുത്. എഴുത്തുമാനി പോലും നിങ്ങൾക്ക് പഠിപ്പിക്കും. പെണ്ണുങ്ങളോടെ എഴുത്തുമാനിയും പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞ ഓല് നിങ്ങൾക്ക് പഠിപ്പിക്കും. അതാ കാലം. മനസ്സിലായോ? ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഇവിടെ ഈ വിഷയം വന്ന് പറയാൻ പാടുണ്ടോ? അപ്പൊ ഫലത്തിൽ നിങ്ങൾ തിരുത്തിയത് ഇതുപോലെ അതിന്റെ ഒപ്പമുള്ളതാണുള്ളത്. അതിന്റെ മുജാവറത്ത് കൊണ്ടുള്ള ദിനു ഹുക്കുമ് വരിക. അപ്പൊ ഇത് ഇവിടെ എന്ത് ചെയ്തു? ഇ കെ ഉസ്താദ് സിയാറത്ത് ചെയ്തു. സാക്ഷികൾ ഇന്നുമുണ്ട്. കെ കെ സ്വദഖത്തുള്ള ഉസ്താദ് സിയാറത്ത് ചെയ്തെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നേതാവ് സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി നിങ്ങളെ സമസ്തന്റെ തീരുമാനം ഉണ്ട് പറഞ്ഞാൽ എന്താ അതിനർത്ഥമുള്ളത്? അപ്പൊ അത് മാഞ്ഞ് തേഞ്ഞ് മൻസൂഖായി പോയി എന്നത് ഇവിടെ സ്ഥിരപ്പെട്ടു പോയി. ആ വർത്താനേറ്റ് വന്നിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിലും മടവൂര് ശൈഖ് അവിടുത്തെ പരിശുദ്ധമായ പാദം, അവിടെ ആ പാദസ്പർശനമേറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ടോ കുല്ലും മൻസൂഖായില്ലേ. ഇതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യം തന്നെയല്ല ഇവിടെ. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു വലിയ സംഗതി, മഹാനരായ ഖുതുബുസ്സമാൻ മൗലദ് ദവീല സയ്യിദ് അലവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, ബോറ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളാണ്, കുഫർ വരെയായി. അതാണ് ഈ കൊണ്ടോട്ടിയിൽ വന്ന് അദ്ദേഹം ബുഖാരിയിൽ ക്ലാസ് എടുക്കുമ്പോൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ചാവർത്തിച്ച്. എന്ത് പറയുമ്പോഴും പറയും, ഇതൊന്നും നമ്മൾ കൂടുതൽ പറയണോ? ഖുതുബുസ്സമാനായ മമ്പുറന്തങ്ങളല്ലേ പറഞ്ഞത്? മമ്പുറന്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വർത്താനായിരിക്കുമല്ലോ. എന്നിട്ട് പറയണ ശൈലി എന്താ അറിയോ? മമ്പുറന്തങ്ങൾ അന്വേഷിച്ചു പഠിച്ച് ഫത്വ പറഞ്ഞു. ഇപ്പം വിചാരിച്ച് മമ്പുറന്തങ്ങൾ പറഞ്ഞ ഓൻ്റെ അമസ്തൻ്റെ കെട്ടിയെന്നാ. മമ്പുറന്തങ്ങൾ ഇങ്ങനെ ആദ്യം ഒരു അന്വേഷണ കമ്മീഷൻ വെക്കുക, എന്നിട്ട് അന്വേഷിച്ച് മമ്പുറന്തങ്ങൾ അള്ളാന്റെ ഇൽഹാമുള്ള ഖുതുബുസ്സമാനാണോ? മമ്പുറന്തങ്ങൾക്ക് പറയാനുള്ള അന്വേഷണം നടത്തി പറയേണ്ട കാര്യമുണ്ടോ? അവർ അല്ലാഹുവിൽ നിന്ന് സംസാരിക്കുന്നവരാ. അതുകൊണ്ടാ ഞങ്ങൾ ചോദിച്ചത്, ഞങ്ങളുടെ നേതാവാണ്
മമ്പുറം തങ്ങൾ. ആ മമ്പുറം തങ്ങൾ മുഹമ്മദ് ഷാ തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രമാണം കൊണ്ടുവാ. ദിയാന്തിനാരെ നേരത്തെ പറഞ്ഞു വെച്ച് ഈ പരിപാടി ആവുമ്പോൾ കൊണ്ടുവന്ന അടുത്ത പണി നമുക്ക് നോക്കാലോ എന്ന് കരുതിയിട്ടാണ്. കൊണ്ടുവന്നോ? നിങ്ങൾ ആരെയും കണ്ടോ? മമ്പുറം തങ്ങളൊരു ഫത്വ ആരെങ്കിലും എടുത്ത് കണ്ടോ? ഒരു മൊയിലേരിനെ ചോദിച്ചു, നിങ്ങൾ മമ്പുറം തങ്ങളെ ഫത്താവ കണ്ടിനോ? മൂപ്പരിപ്പോ നിങ്ങളെ ഈ മുഹീസുന്റെ ഫത്താവ ഉണ്ടാക്കിയ ഇതിന്റെ പണിയിലാണല്ലോ. എവിടെ ഫത്വ? പച്ച നുണ ഈ കൊണ്ടോട്ടിയിൽ വന്ന് പറഞ്ഞു. ദജ്ജാലൂന കദ്ദാബൂൻ, ഒരു സംശയമില്ല. അതൊന്ന് പറയട്ടെ. ഏറ്റവും വലിയ മണ്ടത്തരം പറഞ്ഞത് അതാണ്. അതുകൊണ്ട് അതൊന്ന് അയാൾ പറയട്ടെ. ഓക്കെ. ഹസൻ ജിഫ്രിയുടെ മകളെ കല്യാണം കഴിച്ച ഖുത്ബുസ്സമാൻ സയ്യിദ് അലവിയിൽ മമ്പുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകള് കൊണ്ടോട്ടി തരീഖത്തും കൊണ്ടോട്ടി തങ്ങന്മാരുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണങ്ങൾ നടത്തി. ഖുത്ബുസ്സമാൻ സയ്യിദ് അലവിയിൽ മമ്പുറമി റഹ്മത്തുള്ളാഹി അലൈഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവകൾ പറഞ്ഞ പ്രസ്താവന എന്താണോ? കൊണ്ടോട്ടി തങ്ങന്മാർ തീവ്രവാദികളായ റാഫിദി വിഭാഗത്തിൽപ്പെട്ട ബോറ മുസ്ലിങ്ങളാണ്. അമ്പൊക്കെ തങ്ങൾ പറഞ്ഞാണ്. ഈ കെ ബുഗുലുല്ലാരോ കണ്യത്തുസ്തകോ അല്ല. ഖുത്ബുസ്സമാൻ സയ്യിദ് അലവിയിൽ മമ്പുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇവരെ സംബന്ധിച്ച് ആധികാരികമായി പഠിച്ച് കൊടുത്ത റിപ്പോർട്ട് ബോറ മുസ്ലിം എന്ന് പറയുന്നത് ഷിയ വിഭാഗത്തിലെ തീവ്രവാദി വിഭാഗമാവുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് ഫത്വ കൊടുക്കാൻ പറ്റുന്ന ഇങ്ങനെ ഷിയാക്കളിൽ രണ്ടു കൂട്ടരുണ്ട്. ഷിയാക്കളിൽ മുഖ്തദി കുഫ്രിയത്തിൽ എത്താത്ത മുഖ്തദിയുണ്ട്, കുഫ്രിയത്തിൽ എത്തിയ മുഖ്തദിയുണ്ട്. ആ കുഫ്രിയത്തിൽ എത്തിയ മുഖ്തദിയാണ് ബോറകൾ. ആ ബോറകളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മുഹമ്മദ് ഷാ എന്നാണ് ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ സയ്യിദ് അലവിയിൽ. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് അതൊക്കെ പോലും മനസ്സിലാകാതെ പറഞ്ഞേക്കാരെയും പറഞ്ഞു കേട്ട് ഓലെ കാലത്ത് ജീവിച്ചിരുന്ന ആളെ നേരിട്ട് പഠിച്ചിട്ടാ പറയുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഈ ഷീയക്കാരെ അച്ചാരം വാങ്ങിയിട്ട് ഹാഫിളാണ് ഷെയ്ഖാണെന്നും പറഞ്ഞറിയണോ പറയണമല്ല. ഓലൊക്കെ എന്ത് പഠിച്ചു ഇസ്ലാം? ഇവരെ പറ്റി എന്ത് ചരിത്രം പഠിച്ചു? ഇവരെ കണ്ടോ, കേട്ടോ? അവരുമായിട്ട് ബന്ധപ്പെട്ട മുരീദുമാരുമായിട്ട് നേരിട്ട് ഇടപെട്ടോ? അക്കാലത്തുണ്ടായിരുന്ന ഖുത്ബുസ്സമാന്റെ വിധി ബോറ മുസ്ലിങ്ങളാണ്. ഹാഫിളി വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികളായ ബോറകളാണ്. ബോംബെയിലൊക്കെയാണ് ഇപ്പോഴും ഉണ്ട് ബോറകൾ. അടിപ്പെട്ടതാണ്. നിങ്ങൾ നോക്ക്, ഇവിടുത്തെ വിഷയം ഒരാള് ഒരു വിഷയം പബ്ലിക്കായി വന്ന് പറയാണ്. മഹാനരായ മുഹമ്മദ് ഷാ തങ്ങളെ സംബന്ധിച്ച് ഖുത്ബുസ്സമാനായ സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു അവര് ഷിയ വിഭാഗങ്ങളിൽപ്പെട്ട ബോറ മുസ്ലിമീങ്ങളായിരുന്നു എന്ന്, അല്ല കുഫറിന്റെ തന്നെ അഹ്ലുകാരായിരുന്നു എന്ന് മഹാനരായ മമ്പറം തങ്ങളുപ്പാപ്പ പറഞ്ഞു എന്ന് പച്ചയായി ഈ ഫൈസി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, വല്ല ഉളുപ്പും നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ, ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മഹാനരായ ഖുത്ബുസ്സമാൻ തങ്ങൾ അങ്ങനെ ഒരു ഫത്വ കൊടുത്തതായി ആധികാരികമായി തെളിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ പടിയെടുത്തോളാം. ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഇത് നമ്മുടെ ഒരു ആഘോഷം തന്നെയാണ്. എന്താ പറയാൻ കാരണം എന്നറിയങ്ങള്, ഇവര് കുറെ കാലമായി മശായിഖുമാർക്കെതിരെ തീരുമാനം എടുക്കാൻ തുടങ്ങിയിട്ട്. അതിൽ ആദ്യ കാലത്ത് ഇവന്മാരെടുത്തതാണ് ആർക്കെതിരെയുള്ള തീരുമാനം? ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷാ തങ്ങൾക്കെതിരെയുള്ള തീരുമാനം. ആ തീരുമാനത്തിന്റെ ഗതിയാപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എന്തേക്കാരം അതിന്റെ അവസ്ഥ? നമ്മുടെ ശൈഖുനെ കുറിച്ച് പറഞ്ഞില്ലേ, ജോൻഷ്യന്മാരെ അടുത്തേക്ക് പറഞ്ഞയച്ച ആളാണ്. ഒരു തെളിവുമില്ലാതെ ഇതേ സംഭവമല്ലേ അന്ന് സംഭവിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഈ ഫൈസി ഹയാത്തിലില്ലേ എന്ന്? അയാളെ പോറ്റുന്ന മുട്ടിപ്പടയിലെ തങ്ങളില്ലേ? ആ ഫൈസി പ്രതിനിധാനം ചെയ്യുന്ന മുഷാവറയില്ലേ ഇവിടെ?
ഓൺലൈൻ മുഫ്തിമാരില്ലേ? എവിടെ മമ്പുറം തങ്ങളുടെ ഫത്വ? എവിടെ ഖുത്ബുസ്സമാൻ പറഞ്ഞത്? ഏത് കിതാബിലാണത് പറഞ്ഞത്? ഏത് ഫത്വയാണത്? ആ ഫത്വ രേഖപ്പെടുത്തിയ കിതാബ് ഏത്? ഏത് ലൈബ്രറിയിലാണത് ഉള്ളത്? ഏത് കുതുബുഖാനയിലാണോ ആ ഫത്വ ഇരിക്കുന്നത്? പുറത്തു കൊണ്ടുപോകാത്. ആ കളി ഇനി നടക്കൂല. നിങ്ങളെ വിടാനും കണ്ടിട്ടില്ല. നിങ്ങൾ ഫൈസിനെ ആരെയും കാണുകയാണെങ്കിൽ ചെവി പിടിച്ച് ചോദിക്കണം, ഏടോ ആ ഫത്വ? പച്ച നുണയും പറഞ്ഞ് നടക്കുക. മിണ്ടിയില്ലല്ലോ അവര്, നമ്മൾ വെല്ലുവിളിച്ചില്ലേ അവരോട്? അനങ്ങിയില്ല ഇവര്. അനങ്ങോ? എന്നിട്ട് ഒരുത്തം പറയാ ചില ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. ഏതാ ചരിത്ര പുസ്തകം? എന്താ നിങ്ങൾ കൊണ്ടുവരാൻ പേടി? എവിടെന്നാ നിങ്ങളത് വായിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം. ആരുടെ പുസ്തകങ്ങളിൽ നിന്നാ വായിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ ഞങ്ങൾ പറഞ്ഞത്? മുഹമ്മദ് ഷാ തങ്ങളുടെ ഈ വിഷയത്തിൽ ഞങ്ങൾ കേവലം ഒരു ഇറക്കമല്ല ഇറങ്ങിയത്, മശായിഖന്മാരെ മദദിൽ ഫത്ഹാക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ നേരിട്ടിരുന്ന് ഏത് മുശാവറയിലെ വമ്പനോടും ഈ വിഷയം ചർച്ച ചെയ്യാൻ മശായിഖന്മാരെ മക്കൾ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇറങ്ങി വാ, ഫത്വ എടുത്തുകൊണ്ടുവാ. എവിടെ നിന്റെ ഫത്വ? ആരോടാ ഇത് സംസാരിക്കുക? അങ്ങനെ ഒരു ഫത്വന്നല്ല. മമ്പുറം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പച്ചയായ നുണ ഈ കേരളത്തിൽ വന്ന് തട്ടിവിട്. ഏടുന്നത് വായിക്കണ അറിയോ? ദാ അബ്ദുസത്താർ എഴുതിയൊരു കൊണ്ടോത്തിട്ട് ചരിത്രമുണ്ട്. അബ്ദുസത്താർ എന്ന് പറഞ്ഞാല് നേരത്തെ ഒരു ചരിത്രകാരനുണ്ടായിരുന്നു, കരീം. അയാളുടെ മകനാണ്. അദ്ദേഹം ഏത് ചരിത്രത്തിൽ നിന്നാണ് തോന്നുന്നു. ഇത് കണ്ടിട്ട് വേറൊരാൾ എഴുതിയിട്ടുണ്ട്. ഒരു രണ്ടത്താണിയുള്ള ഒരുത്തല്ലേ, മുമ്പ് തോറ്റങ്ങായി. അതന്നെ, അയാളും എഴുതിയിട്ടുണ്ട്. അയാൾ പക്ഷേ ചരിത്രപരമായി പഠനം നടത്താൻ ഇറങ്ങിയപ്പോൾ പല വാലാട്ടിയായി പ്രവർത്തിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിനെ പലക്ക് അനുകൂലമായിട്ടല്ലേ എഴുതുക. എന്നിട്ട് ഇതിലുണ്ട് അത്ര ബോറാ മുസ്ലിങ്ങളാന്ന് മമ്പുറം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ധാരാള് ആ പ്രസംഗത്തിന്റെ ആമുഖത്ത് തന്നെ ഈ ഷിയാ ഫൈസി പറയുന്നുണ്ട് ഇത് എഴുതിയ ആളാരാണ്. ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കഴി, എന്നെ കൊണ്ട് അയ്യാതി ഫലം ഉണ്ടാട്ടെ. കൊണ്ടോട്ടി നേർച്ചയുടെ ചരിത്രം. കൊണ്ടോട്ടിയെ പറ്റി വിശാലമായ ചരിത്രം പറയുന്നില്ല. അത് വേണമെങ്കിൽ സുന്നിയല്ലാത്ത അബ്ദുസത്താർ മാസ്റ്റർ എഴുതിയതും ബുക്കുണ്ട്, അദ്ദേഹത്തിന്റെ പിതാവ് കരീം മാസ്റ്റർ എഴുതിയതും ഒക്കെയായ കൊണ്ടോട്ടി ചരിത്രമുണ്ട്. പക്ഷെ ആദ്യം തന്നെ മനസ്സിലാക്കുക, എഴുതിയ രണ്ട് മുസന്നിഫുമാരും സുന്നികളല്ല എന്നല്ല, പഴയ മുജാഹിദുകളാണ്. പുതിയ മുജാഹിദുകളാണല്ലോ. കെ.എം. മൗലവിയുടെ പഴയ മുജാഹിദുകൾ. അതാണ് പഴയ മുജാഹിദായ കെ.എം. മൗലവിന്റെയും അതേപോലെ ടി.കെ. മൗലവിന്റെ ഒക്കെ സ്വന്തം ആളാണ് സത്താർ. അയാൾ എഴുതിയ ബുക്കിലാണ് ബോറാ മുസ്ലിങ്ങളാന്ന് എഴുതി വെച്ച് മുമ്പ് നിങ്ങൾ പറഞ്ഞു. അതേ വിഷയമാണ് പുതിയ വഹാബിയായ ഈ ഷിയാ ഫൈസിയും പേരോടുകാരനൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അപ്പറഞ്ഞ രണ്ടും തള്ളുകയാണ്. മമ്പുറം തങ്ങൾ അങ്ങനെ ഒരു ഫത്വ കൊടുത്തിട്ടുണ്ടെങ്കിൽ മമ്പുറം തങ്ങൾ എഴുതിയ ഫത്വ കൊണ്ടുവാ. വഹാബി എഴുതിയ കടലാസാ തെളിവ്. ഏതോ ചരിത്ര ബുക്കുണ്ട്, അതിന്റെ അടുക്കളയിൽ വെച്ചാൽ മതി.